വെൽക്കം ടു തേജസ് വേൾഡ്. ദേവി ശരണം. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട പുല്ലൂർ ദേശത്ത് പുത്തൂക്കാട്ടിൽ തറവാട് കുടുംബക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശാന്തസ്വരൂപിണിയായ ഭഗവതി ഭക്തർക്ക് ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും അരുളുന്നു. ഈ തലമുറകളുടെ മുൻഗാമിയായ മുത്തപ്പൻ പിൻഗാമികളുടെ ഐശ്വര്യപ്രദമായ സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടി ഈശ്വര ചൈതന്യമായിട്ടുള്ള ഭഗവതിയെ പ്രതിഷ്ഠിച്ച് എന്നതാണ് സത്യം. തലമുറകളുടെ കാലങ്ങളോളായുള്ള ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി അവരുടെ പ്രിയപ്പെട്ട മുത്തപ്പൻ്റെയും പുതിയ പ്രതിഷ്ഠകളുടെയും ക്ഷേത്ര സമുച്ചയങ്ങളും പാമ്പുംകാവും പരിപാലിച്ചു വരികയാണ്. ക്ഷേത്ര പ്രശ്ന പരിഹാരത്തിൻ്റെ ഭാഗമായി 2024 സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ നടത്തിയ പൂജാവിധികളും സമാപന ദിവസമായ 27-ാം തീയതി രാത്രി 8:30 തുടങ്ങിയ മഹാഗുരുതിയുടെ വിവരണങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ദേവീ സ്വരൂപത്തെ ആവാഹിച്ചുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ താളവും അകമ്പടിയോടും കൂടി പ്രത്യേകം സജ്ജീകരിച്ച പവിത്രമായ ഗുരുതി പന്തലിലേക്ക് നീങ്ങുകയാണ്. വാളേന്തി വരുന്നത് ദേവിയുടെ വെളിച്ചപ്പാടും ചുരുകയേന്തി വരുന്നത് കണ്ഠകർണൻ്റെ വെളിച്ചപ്പാടുമാണ്. ഏഴിലം പാലക്കൊമ്പും കുലവാഴയും കുരുത്തോല തോരണങ്ങളും അലങ്കരിച്ച പരിഭാവനമായ ഇടത്തിൽ ദേവിയെ ഇരുത്തി. മൂന്ന് ചെമ്പുകളിലായി നിറച്ചുവച്ച ഗുരുതി ധാര ചെയ്ത് ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദേവിയുടെ ദൃഷ്ടിയിലുള്ള തടസ്സങ്ങൾ തീർത്ത് ഭക്തജനങ്ങൾ ദേവിയോടുകൂടി അടുപ്പിക്കലാണ് ലക്ഷ്യം.
ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്തി മുഴുവൻ ഗുരുതിച്ചെമ്പും കമഴ്ത്തി മൂടുന്നതോടുകൂടി മഹാഗുരുതി പര്യവസാനിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി അമ്പലം 7 ദിവസം അടച്ചിടുന്നതാണ് വിധി. ഈ 3 ദിവസത്തെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികൾക്കും പൂജാ കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ദേവീ ശരണം.